In previous classes, we discussed about linear methods of surveying and angular methods of surveying. In this class, we are discussing graphical methods of surveying. Graphical methods of surveying. Plane table survey is a graphical method of survey in which the field observations and plotting are done simultaneously. ചെയിൻ സർവേയിലും കോമ്പസ് സർവേയിലുമൊക്കെ നമ്മൾ ഫീൽഡിൽ പോയിട്ട് ഒബ്സർവേഷൻസ് എടുക്കുകയും ദെൻ അതിൻ്റെ പ്ലോട്ടിംഗ് ചെയ്യുന്നത് ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ടോ ആണ് പ്ലോട്ടിംഗ് നമ്മൾ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ ബോത്ത് പ്ലോട്ടിംഗ് ആൻഡ് ഫീൽഡ് വർക്ക് ആർ ഡൺ സൈമുൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് തന്നെ ഫീൽഡിൽ വെച്ച് ഒബ്സർവേഷൻസ് എടുക്കുകയും അതേ സമയത്ത് തന്നെ പ്ലോട്ട് ചെയ്യുകയും ചെയ്യുന്നു. It is particularly adopted for small scale or medium scale mapping in which great accuracy is not required. It is most rapid method and less costly than a theodolite survey, and there is no great skill is required. Suitable for surveying in magnetic areas where compass survey is not reliable. Magnetic areasൽ കോമ്പസ് സർവേ ചെയ്യുന്ന സമയത്ത് കോമ്പസിൻ്റെ നീഡിൽ ലോക്കൽ അട്രാക്ഷൻ കാരണം എക്സാക്റ്റ് ആയിട്ട് മാഗ്നറ്റിക് നോർത്ത് പോയിന്റ് ചെയ്യാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനത്തെ ഏരിയാസിൽ നമുക്ക് റഫായിട്ട് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ടേബിൾ സർവേസ് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ വെറ്റ് ക്ലൈമാറ്റ്. ഒരു ടേബിളിൽ ഒരു ഷീറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഒബ്സർവേഷൻസ് ഒക്കെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വെറ്റ് ക്ലൈമറ്റിൽ ഈ ഷീറ്റ് നനയാനും ഒബ്സർവേഷൻസ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ വെറ്റ് ക്ലൈമറ്റ്. The various instruments used for plane table surveying are plane table, alidade, spirit level, trough compass, plumbing fork with plumb bob, drawing paper. Plane table or drawing board, it is made of well seasoned wood and having different sizes. It is mounted on a tripod in such a manner that it can be leveled and revolved about a vertical axis and clamped in any position. Here you can see alidade, plumb bob with U-frame and trough compass and spirit level also. Next one is alidade. Alidade having two vanes, sight vane and object vane. നമ്മൾ സൈറ്റ് വെയിനിലൂടെയാണ് ഫീൽഡിലുള്ള ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യുന്നത് ആൻഡ് ഫീൽഡിലുള്ള റേഞ്ചിങ് റോഡിനെ കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യും യൂസിങ് ക്രോസ് ഹെയർസ് പ്രൊവൈഡഡ് ഓൺ ദ ഒബ്ജക്റ്റ് വെയിൻ. ദെൻ നമ്മൾ കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്തതിന് ശേഷം ഈ അലിഡൈഡിൻ്റെ റൈറ്റ് എഡ്ജിലൂടെ, അതായത് ബിവൽഡ് എഡ്ജ് എന്ന് പറയും, അതിലൂടെ അതിന് ചേർന്നുകൊണ്ട് നമ്മൾ ലൈൻസ് ഡ്രോ ചെയ്യും. ഈ ബിവൽഡ് എഡ്ജിൻ്റെ മറ്റൊരു പേരാണ് ഫിദൂഷ്യൽ എഡ്ജ്. ഈ സൈഡിലാണ് ഗ്രാജുവേഷൻസ് ഉള്ളത്. സെൻറ്റിമീറ്റേഴ്സ്, മില്ലിമീറ്റേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ലൈന് മെഷർ ചെയ്തതിന് ശേഷം എത്രയാണോ അതിൻ്റെ ഡിസ്റ്റൻസ് അത് നമുക്ക് സ്കെയിലിൽ, സ്യൂട്ടബിൾ സ്കെയിലിൽ ഈ ഫിദൂഷ്യൽ എഡ്ജ് വെച്ചുകൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നു, ഒരേ ടൈമിൽ തന്നെ പ്ലോട്ടിങ്ങും നടക്കുന്നു. Then trough compass, it is used for establishing magnetic north. Next is spirit level, used for leveling the table. Next is plumbing fork with plumb bob അല്ലെങ്കിൽ യു ഫ്രെയിം വിത്ത് പ്ലംബ് ബോബ്. അപ്പോൾ ഈ ഒരു യു ഷേപ്പിൽ കാണുന്ന ഇതിനെയാണ് യു ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എൻഡിലായിട്ടൊരു പ്ലംബ് ബോബ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഗ്രൗണ്ട് പോയിൻറ്റിനെ പേപ്പറിലേക്ക്, നമ്മുടെ ഡ്രോയിങ് ചെയ്യുന്ന പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലംബ് ബോബ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ പ്ലെയിൻ ടേബിൾ സർവേ യൂസ് ചെയ്യുന്നത് ഓൾറെഡി വരച്ചിരിക്കുന്ന മാപ്പിൽ ഒരു എക്സ്ട്രാ പോയിൻ്റ് ആഡ് ചെയ്യാം, ഒരു എക്സ്ട്രാ സ്റ്റേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ ടേബിൾ സർവേ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ ടേബിൾ സർവേ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് രണ്ട് പോയിൻ്റുകൾ തമ്മിലുള്ള ലൈൻ, സപ്പോസ് ലൈൻ എ ബി ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ മാപ്പിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു സ്റ്റേഷൻ കൂടെ നമുക്ക് ആഡ് ചെയ്യണം, സ്റ്റേഷൻ സി നമുക്ക് മാപ്പിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്ലെയിൻ ടേബിൾ കറക്റ്റ് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഫിക്സ് ചെയ്യുന്നു. ദെൻ അപ്രോക്സിമേറ്റ്ലി പാരലൽ ടു എ ബി പ്ലെയിൻ ടേബിൾ ഓറിയൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓൾറെഡി എ ബി എന്ന് പറഞ്ഞ ലൈന് പ്ലാനിലുണ്ട്, എ ബിയിൽ പ്ലാനിലുണ്ട്. നെക്സ്റ്റ് സി ആണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിൻറ്റും ബി എന്ന് പറഞ്ഞ പോയിൻറ്റും ഓൾറെഡി പ്ലാനിലുണ്ട്. ഫീൽഡിലുള്ള ആ എ ബിക്ക് പാരലായിട്ട് നമ്മുടെ മാപ്പ് കറക്റ്റ് പാരലാക്കി വെക്കുക. ദെൻ എയിൽ അലിഡൈഡ് ടച്ച് ചെയ്തുകൊണ്ട്
ഫീൽഡിലുള്ള എയിലേക്ക് സൈറ്റ് ചെയ്തുകൊണ്ട് ഒരു റേ വരയ്ക്കുക. അതേപോലെ ബിയിൽ എലിഡേഡ് ടച്ച് ചെയ്തുകൊണ്ട് ഫീൽഡിലുള്ള ബീനെ സൈറ്റ് ചെയ്ത് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് കോയിൻസൈഡ് ചെയ്തുകൊണ്ട് ഒരു റേ വരയ്ക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും നമ്മുടെ മാപ്പിലുള്ള സി എന്ന് പറഞ്ഞ പോയിൻ്റ്. ഇങ്ങനെയാണ് റഫായിട്ട് ഒരു എക്സ്ട്രാ സ്റ്റേഷൻ പ്ലെയിൻ ടേബിൾ സർവേയിൽ നമ്മൾ മാപ്പിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ ഡീറ്റെയിൽസും ലൊക്കേറ്റ് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ഓറിയൻറ്റേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫീൽഡിലുള്ള അതേ പോയിൻറ്റിന് പാരലാക്കി തന്നെ പ്ലെയിൻ ടേബിൾ വെക്കണം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കീപ്പിംഗ് ദ ടേബിൾ at each of the successive station parallel to the position which is occupied at the first station is known as orientation. അതായത് പ്ലെയിൻ ടേബിൾ സർവേയിൽ ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന കേസസുകളിൽ ഫസ്റ്റ് സ്റ്റേഷനിൽ എങ്ങനെയാണോ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നത്, അതായത് പ്ലെയിൻ ടേബിൾ ഏത് ഡയറക്ഷനാണോ ഉണ്ടായിരുന്നത് അതേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേഷനിൽ അതേ പാരലായിട്ട് തന്നെ ഓരോ സ്റ്റേഷനിലും കീപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. When the table is properly oriented, the line on the paper are parallel to the lines on the ground which they represent. അപ്പോൾ ടേബിൾ കറക്റ്റായിട്ട് ഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡിലുള്ള ലൈനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ പേപ്പറിലുള്ള ലൈനും രണ്ടും കറക്റ്റായിട്ട് പാരലലിൽ വരും. ഇങ്ങനെ പാരലൽ വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒബ്സർവേഷൻസ് കിട്ടുകയുള്ളൂ. There are two methods of orienting the table. First one, orientation by trough compass. Second one, orientation by back-sighting. ആദ്യത്തേത് ട്രഫ് കോമ്പസ് യൂസ് ചെയ്തുകൊണ്ട് ഓറിയൻറ്റ് ചെയ്യാം. രണ്ടാമത്തേത് ബാക്ക് സൈറ്റ് ചെയ്തുകൊണ്ട് ഓറിയൻറ്റ് ചെയ്യാം. ഓറിയൻറ്റേഷൻ ബൈ ട്രഫ് കോമ്പസ്. ടു ഓറിയൻറ്റ് ദ ടേബിൾ at any subsequent station, the trough compass is placed along the line representing the magnetic meridian which has been drawn on the paper at first station. The board is then turned until the ends of the needle are opposite the zero of the scale. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ ട്രഫ് കോമ്പസ് യൂസ് ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് നോർത്തിൻ്റെ ഡയറക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും, ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ട്രഫ് കോമ്പസ് കറക്റ്റായിട്ട് മാഗ്നറ്റിക് നോർത്തിൽ വെക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ നീഡിലിൻ്റെ ഓസിലേഷൻ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഓസിലേഷന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രഫ് കോമ്പസ് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് മാഗ്നറ്റിക് ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം ആ ഡയറക്ഷൻ നമ്മൾ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. ദെൻ ഇൻസ്ട്രുമെൻറ്റ് സെക്കൻഡ് സ്റ്റേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റേഷനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ മാഗ്നറ്റിക് നോർത്തിന് പാരലായിട്ട് ട്രഫ് കോമ്പസ് വെക്കുന്നു. ആ സമയത്ത് ഈ ടേബിൾ കറക്റ്റായിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മാഗ്നറ്റിക് നീഡിൽ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ടേബിൾ അൺക്ലാമ്പ് ചെയ്ത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ആ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഓസിലേഷൻ നിൽക്കുന്നത് വരെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഓസിലേഷൻ നിൽക്കുന്ന പൊസിഷൻ ആയിരിക്കും ഫസ്റ്റ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന അതേ പാരലൽ പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ടിൻ്റെയും മാഗ്നറ്റിക് നോർത്ത് കറക്റ്റായിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മെത്തഡാണ് ഓറിയൻറ്റേഷൻ ബൈ ട്രഫ് കോമ്പസ്. This method is sufficiently accurate provided there is no local attraction. ലോക്കൽ അട്രാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഇത് സഫിഷ്യൻ്റ്ലി ആക്യുറേറ്റ് ആണ്. ലോക്കൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ കറക്റ്റായിട്ട് മാഗ്നറ്റിക് നോർത്തിനെ പോയിൻറ്റ് ചെയ്യില്ല. അപ്പോൾ ലോക്കൽ അട്രാക്ഷൻ ഇല്ലാത്ത കേസസുകളിലാണ് ഓറിയൻറ്റേഷൻ ബൈ ട്രഫ് കോമ്പസ് ചെയ്യുന്നത്. Second one is orientation by backsighting. This is the most accurate method of orientation in which orientation is done precisely by sighting the points already plotted on the sheet. ഓൾറെഡി പ്ലോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്തുകൊണ്ട് ഓറിയൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. സപ്പോസ് ഒരു ഫസ്റ്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എ ടു ബി ഓൾറെഡി സൈറ്റ് ചെയ്ത് ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. ദെൻ ഇൻസ്ട്രുമെൻറ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കേസസിൽ പ്ലെയിൻ ടേബിൾ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എയിലേക്ക് തന്നെ ബാക്ക് സൈറ്റ് ചെയ്തുകൊണ്ട് ഓറിയൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓറിയൻറ്റേഷൻ ബൈ ബാക്ക് സൈറ്റിംഗ് എന്ന് പറയുന്നത്. Two cases may arise. Case 1, when it is possible to set the plane table on the point already plotted on the sheet by way of observation from previous station. അതായത് സ്റ്റേഷൻ എന്ന് സ്റ്റേഷൻ ബിയിലേക്കുള്ള ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റേഷൻ ബിയിൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ കേസസുകൾ. When it is possible to set the plane table on the point already plotted on the sheet by way of observation from previous station. എ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് ബി എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസസ് ആണെങ്കിൽ അത് കേസ് 1 വരും.
Then case 2, when it is not possible to set the plane table on the point. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ പ്ലെയിൻ ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിനെയാണ് കേസ് 2 എന്ന് പറയുന്നത്. ഇപ്പോൾ 2 കേസസുകളുണ്ട്, ഓരോ കേസും എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ കേസ് 1, here there are 2 points, point A and point B. ഫസ്റ്റ് പ്ലെയിൻ ടേബിൾ എയിൽ ഫിക്സ് ചെയ്യുന്നു, ആൻഡ് ദെൻ പുറത്തുള്ള ഇ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് റേ വരയ്ക്കുന്നു. എ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തുകൊണ്ട് സ്യൂട്ടബിൾ സ്കെയിലിൽ മാർക്ക് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് സ്റ്റേഷനാണ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ബിയിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് എ ബി ഡ്രോ ചെയ്യുന്നു. അപ്പോൾ എ ബി വരച്ചിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് സെക്കൻഡ് സ്റ്റേഷനിലേക്കുള്ള ലൈൻ വരച്ചിട്ടുണ്ട്. ദെൻ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തു ബിയിൽ ഫിക്സ് ചെയ്യുന്നു. ദെൻ അലിഡേഡ് ബി എ എന്ന ലൈനിൽ വെച്ചുകൊണ്ട് ബാക്ക് സൈറ്റ് ചെയ്യുക, സ്റ്റേഷൻ എയിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് അതിനെ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ ഓറിയൻറ്റ് ചെയ്യാം. ഇതിന് ആണ് ബാക്ക് ഓറിയൻറ്റേഷൻ ബൈ ബാക്ക് സൈറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, സപ്പോസ് ദ ടേബിൾ ഈസ് സെറ്റ് അപ്പ് ഓവർ ദ സ്റ്റേഷൻ ബി ഓൺ ദ ലൈൻ എ ബി. ബി എന്ന് പറഞ്ഞപ്പോൾ സ്റ്റേഷനിൽ നമുക്ക് ടേബിൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, വിച്ച് ഹാസ് ബീൻ പ്രീവിയസ്ലി ഡ്രോൺ ആസ് എ ബി ഫ്രം ദ സ്റ്റേഷൻ എ. ഇപ്പോൾ സ്റ്റേഷൻ എ എന്ന് വരച്ചിരിക്കുന്ന ലൈനാണ് എ ബി. ദ അലിഡേഡ് ഈസ് പ്ലേസ്ഡ് അലോങ് ബി എ. നേരത്തെ പറഞ്ഞ പോലെ ബി എയിൽ അലിഡേഡ് വെച്ചിട്ട് ദ ടേബിൾ ഈസ് ദെൻ ടേൺഡ് അണ്ടിൽ ദ ലൈൻ ഓഫ് സൈറ്റ് ബൈസെക്ട് ദ റേഞ്ചിങ് റോഡ് എറ്റ് എ. അപ്പോൾ ബിയിൽ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ബി എയിൽ അലിഡേഡ് വെച്ചുകൊണ്ട് ബിന്ന് എയിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ എയിലുള്ള റേഞ്ചിങ് റോഡ് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ടേബിൾ എന്ന് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് ബിന്ന് എയിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് അലിഡേഡ് വെച്ചുകൊണ്ട് ആ ലൈനിൽ അലിഡേഡ് വെച്ചുകൊണ്ട് ടേബിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ഓറിയൻറ്റ് ചെയ്യാം. അതിനെയാണ് ഓറിയൻറ്റേഷൻ ബൈ ബാക്ക് സൈറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കേസ്, സ്റ്റേഷൻ ബിയിൽ ടേബിൾ ഫിക്സ് ചെയ്യാൻ പറ്റാത്ത കേസ്. ദിസ് കേസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ പ്രിൻസിപ്പിൾസ് ഓഫ് റിസെക്ഷൻ. അപ്പോൾ ഈ കേസ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് റിസെക്ഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അത് 2 പോയിൻറ്റ് പ്രോബ്ലം, 3 പോയിൻറ്റ് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.